വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഹോട്ടലുകൾ. വിഭവങ്ങളുടെ വില വർദ്ധിപ്പിച്ചും എണ്ണം വെട്ടിക്കുറച്ചും ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഈ മാസം 6-ന് കടകൾ അടച്ച് സമരത്തിന് ഒരുങ്ങുകയാണ് ഹോട്ടൽ ബേക്കറി ഉടമകളുടെ സംഘടനകൾ. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചതോടെ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. 5 മാസത്തിനുള്ളിൽ 1498 രൂപയുടെ വർധനവാണ് വാണിജ്യ സിലിണ്ടറിന് വന്നത്. ഇതിന് ആനുപാതികമായി വിഭവങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇനി വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലാണെന്നും വ്യാപാരികൾ. പൈസ കൂട്ടുമ്പോൾ നമുക്ക് വിഷമാണ്. കസ്റ്റമർ നമുക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വേറെ സാധാരണക്കാർ, അവരുടെ പരിധി കൂടുതൽ പൈസ വാങ്ങിക്കാൻ നോക്കൂ. അങ്ങനെ വാങ്ങിക്കാൻ ഒക്കത്തില്ല. മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വ്യാപാരി വ്യവസായി സമിതിയും കേരള ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും തീരുമാനിച്ചു കഴിഞ്ഞു. പെട്രോളിയം കമ്പനികളിലേക്കും ജില്ലാ ആസ്ഥാനത്തേക്കും വ്യാപാരികൾ മാർച്ച് നടത്തും. ഈ വിലവർധനവ് അടിയന്തരമായി പിൻവലിക്കണം എന്നതാണ് വ്യാപാരി വ്യവസായ സമിതിയും ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും ഇന്ന് രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. പാചകവാതക സിലിണ്ടറിന്റെ വിലവർധനവിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലവർധനവ് കൂടി വന്നാൽ കടകൾ അടച്ചിടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോട്ടൽ ഉടമകളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ സിലിണ്ടറുകളുടെ വിലവർധനവ് പിൻവലിക്കുകയോ സബ്സിഡി അനുവദിക്കുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.